ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റതാണെങ്കിലും ജനൽ തുറക്കുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ. നിക്കുവിൻ്റെ കൂവൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീട്ടിലും കോഴിയുണ്ട്, അവിടെ നിന്നും മറുകൂവലും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനൽ തുറക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വിക്കിയുടെ മ്യാവൂ എന്നുള്ള സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം ഞാൻ ഈ കിഴക്കാപ്പുറത്തെ വാതിലൊക്കെ തുറന്ന് ഇങ്ങനെ ഒന്ന് മുറ്റത്തേക്കൊക്കെ നോക്കി നിൽക്കും. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അല്ല ഇങ്ങനെ വെറുതെ നോക്കി നിന്നാൽ മതിയോ, മാങ്ങ വീണിട്ടുണ്ടെങ്കിലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് മാങ്ങയില്ല, പക്ഷേ എന്നാലും ഒന്നും രണ്ടെണ്ണമൊക്കെ വീണ് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം കണ്ടത് വെണ്ടക്കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളം പോരാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഇലകൾക്കൊന്നും തീരെ വലിപ്പമില്ല. പിന്നെ ഞാൻ മാവിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് പിടിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് നോക്കി നടക്കുമ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കരിയും പച്ച പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ വീണു. അങ്ങനെ വീണ്ടും പല സ്ഥലത്തേക്കും നോക്കിയപ്പോൾ 4 മണിപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഞ്ഞയും പിങ്കൊക്കെ ഉണ്ട്. ചില ഇതിനാണെങ്കിൽ നല്ല വിചിത്രത ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെ മുഖവും ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കും കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ പ്രത്യേകതയുള്ള ഒരെണ്ണത്തിനെ കണ്ടില്ലേ. എന്ത് രസമാണല്ലേ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ. ദൈവത്തിൻ്റെ ഒരേ കുസൃതികൾ വികൃതികൾ എന്നൊക്കെ തോന്നിപ്പോയി. ഒരേ നിറം കണ്ട് നമുക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാൽ ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്നാമത്തെ രാവിലെ മുതൽ എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും. ഈ ചൂട് കാലത്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അത്. പിന്നെയും എല്ലാവരെയും ഞാനിങ്ങനെ ഒന്ന് നടന്നു നോക്കി, പക്ഷെ മാങ്ങയൊന്നും ഇല്ല കേട്ടോ. കാരണം മാവിൽ ആകെ കുറച്ച് മാങ്ങയുള്ളൂ. എവിടെ നിന്ന് ഈ വീഴുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് നോക്കിയതാണ്. ഇന്ന് മയിലിനെ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. മയിലിൻ്റെ ഒച്ചയൊന്നും കേൾക്കാനില്ല കേട്ടോ. അപ്പോൾ പിന്നെ കിച്ചണിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഒരുപാട് വെള്ളം ഈ മുല്ലച്ചെടിക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിറയെ പൂക്കളുണ്ട്, നല്ല ഉഷാറിലാണ് നിൽക്കുന്നത്. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പൂക്കൾക്ക് ഒരു തളർച്ചയാണ്, നല്ല ഫ്രഷ് ലുക്ക് തോന്നിക്കില്ല കേട്ടോ. തളർന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെ കിട്ടിയ മാങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. 4 മാങ്ങ അടുത്ത വീട്ടിലെ ശോഭിച്ച് തന്നതാണ് കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞൊക്കെ വന്നിട്ട് ഇന്നലത്തെ പൂക്കളൊക്കെ നമ്മൾ വാരി എടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ വാരി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇന്നത്തെ പൂക്കളൊക്കെ പറിക്കാനായിട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കാണ്. അങ്ങനെ ഞാൻ പൂക്കുട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മഞ്ഞ പൂക്കളുണ്ടല്ലോ, വിടർന്ന് വരുന്നേ ഉള്ളൂ. നല്ല ഭംഗിയിട്ടോ അങ്ങനെ വിടർന്ന് വരുന്ന സമയത്ത് കാണാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചെത്തിയുടെ ചുവട്ടിലേക്കാണ്. ചെത്തിപ്പൂക്കളാണ് ധാരാളമായിട്ട് ഉള്ളത്. അപ്പോൾ അതും പറിക്കണം, മുല്ലപ്പൂവും പറിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ. ഇന്ന് ബുദ്ധപൂർണിമയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഹിസ്റ്ററി ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കാനും ഒക്കെ ഉള്ളതാണ് ബുദ്ധമതവും മറ്റുമൊക്കെ കേട്ടോ. അപ്പോൾ ശ്രീബുദ്ധനെ കുറിച്ചൊക്കെ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ വിളക്കും അതുപോലെ തന്നെ ചന്ദനത്തിരിയും ഒക്കെ കാണിക്കുമ്പോൾ ശ്രീബുദ്ധനെയും കൂടി ഇങ്ങനെ ആരതി ഒഴിഞ്ഞിട്ടാണ് കാണിക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ മുത്തും ചിഞ്ചും കൂടി വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ശ്രീബുദ്ധൻ്റെ കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, നമുക്കിങ്ങനെ കൃഷ്ണ വിഗ്രഹമൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ഒത്തിരി പേരിപ്പോൾ വീടുകളിൽ ബുദ്ധൻ്റെ വിഗ്രഹവും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടൊക്കെയാണ് കാണുന്നത്. നമുക്കറിയാലോ, അമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹമുള്ളവരാണ് എന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഒരുപാട് അമ്മമാർ സ്വന്തം മക്കളെ കൊല്ലാനായിട്ട് കൂട്ടുനിൽക്കുകയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് അമ്മമാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹമാണ്. അമ്മമാർന്ന് മാത്രമല്ല കേട്ടോ, ഈ സമൂഹത്തിലെ അക്രമങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊന്നും ഒരു സന്തോഷവും സമാധാനമൊന്നും നമുക്ക് കിട്ടില്ല അല്ലേ. നമുക്കെപ്പോഴും മറ്റുള്ളവരോട് കുറച്ച് അനുകമ്പ, കരുണ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് സഹജീവികളോടൊക്കെ ഒരു സ്നേഹം തോന്നുള്ളൂ. അപ്പോൾ ശ്രീബുദ്ധനാണ് നമ്മളെ ശരിക്കും അഹിംസ എന്താണെന്ന് പഠിപ്പിച്ചത് കേട്ടോ. അഹിംസ, കരുണ ഇതൊക്കെ പഠിപ്പിച്ചത് ശ്രീബുദ്ധൻ തന്നെയാണ്. അപ്പോൾ അതിലെ ഒരു സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തും നമ്മളതൊക്കെ പാലിക്കേണ്ട കാര്യങ്ങൾ ആയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നവരെ നമുക്ക് ചീത്ത പറയാനും മനസ്സിൽ തോന്നുന്നവരുമായിട്ട് വഴക്ക് കൂടാനും
അവരെ വെട്ടാനും കൊല്ലാനും അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും മനസ്സിലേക്ക് വരാതിരിക്കാനും നല്ല മനുഷ്യരായിട്ട് പെരുമാറാനും നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന നല്ല തത്വങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് കറി വയ്ക്കും, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഇന്ന് എന്തൊക്കെ ജോലികൾ ചെയ്യണം, ഈ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനുണ്ടല്ലോ ഇവിടെ ഈ ശ്രീബുദ്ധൻ്റെ ചിത്രത്തിന് താഴത്തായിട്ട് കിടക്കുന്ന സെറ്റിയിൽ കുറച്ച് സമയം അങ്ങോട്ട് ഇരിക്കും. നല്ല സ്വസ്ഥ സമാധാനമായിട്ട് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അതിന് ശേഷമാണ് എഴുന്നേറ്റും കഴിഞ്ഞ് ഞാൻ വാതിൽ തുറക്കുന്നതും നോക്കുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം. അപ്പോൾ മക്കളാണെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് പോകുമ്പോൾ എന്താ വരയ്ക്കണേന്ന് പറയേ ഇല്ല കേട്ടോ. അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് അവർ വരച്ച് കഴിയുമ്പോഴാണ് കാണിച്ചു തരാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമാണ് ഇത് കേട്ടോ. ഓരോ റൂമിലും ഓരോ പടങ്ങൾ അവർ വരയ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും പെയിൻറ്റ് ചെയ്തപ്പോൾ വൈറ്റ് വാഷൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ മറ്റ് റൂമുകളിലുള്ള ചിത്രങ്ങൾക്ക് ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ ബുദ്ധൻ്റെ ചിത്രവും പിന്നെ 1-2 ചിത്രങ്ങളും കൂടിയാണ് നമ്മുടെ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിൽ ഏറ്റവും ഇഷ്ടം ശ്രീബുദ്ധൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മനസ്സമാധാനവും സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു വിചാരത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ അത് ചെയ്യാനുള്ളൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ശാന്തവും സമാധാനമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാനും ആൾക്കാർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും നാമങ്ങൾ ഇത്ര ചൊല്ലാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അങ്ങനത്തെ നേന്ത്രക്കായൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ടും കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇന്ന് നേന്ത്രക്കായ ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. ഇത് കൂടാതെ നമുക്കൊരു ചാറ് കറിയും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ എന്ത് വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അല്ലിയും കുങ്കിയും ഇവിടെ മുട്ടയിടുന്നുണ്ട് കേട്ടോ. അല്ലിയാണെങ്കിൽ ഇപ്പോൾ കൂട്ടിലിടുന്നുണ്ട്. പക്ഷെ കുങ്കിയാണെങ്കിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തി ചെടി നിൽക്കുന്നതിൻ്റെ കടക്കൽ അങ്ങനെയൊക്കെ ഓരോ മറയിലാണ് കേട്ടോ മുട്ടയിടുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസം അങ്ങനെ കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് മുട്ടക്കറിയൊക്കെ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നേന്ത്രക്കായയിൽ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് മുറ്റത്ത് മാവിൻ്റെ ചുവട്ടിൽ പിന്നെയും ഡും എന്നുള്ളൊരു സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊരു പൊട്ടിയ മാങ്ങയായിരുന്നു, ചീത്തയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് എടുത്തില്ല. പിന്നെ ഇതാ കിച്ചണിൽ വന്ന് നോക്കിയപ്പോഴേക്കും കായയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയും മുളകും വേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറി കാച്ചിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പേരിക്കറി കൂട്ടിയിട്ട് കഞ്ഞി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലാതെ ചോറിന് ഇത് മാത്രമായിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ഇറങ്ങില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മീൻ വരികയാണെങ്കിൽ മീൻ വാങ്ങി വെക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇതാ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കുന്നത് ഇന്ന് തുളസിയില ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ. തുളസി ഇല പറിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു സുഗന്ധമാണ്, നല്ല വെള്ളമാണ് കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും കേട്ടോ. പിന്നെ ഇതാ 10 മണി ചെടികളിൽ നല്ല ഓറഞ്ച് കളറും പിങ്ക് കളറും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ പൂക്കളാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ കടുത്ത കളറും ലൈറ്റ് കളറും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മൗഗ്ലിക്കുട്ടൻ ചെയ്യുന്നത് കണ്ട, നമ്മുടെ നിക്കൂനുള്ള കോഴിത്തീറ്റയാണ് ആ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പിണ്ണാക്കിൻ്റെ സ്മെല്ല് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മൗഗ്ലിക്കുട്ടൻ കഴിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടതും നിക്കു അകലെ നിൽക്കണ്ടായി നിക്കു ദേ വേഗം അടുത്തടുത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാകണം, എപ്പോൾ വെച്ചിരിക്കുന്നതാണ് ഇവനുള്ള തീറ്റ. എന്നിട്ട് ഇവനിങ്ങനെ ഓരോ സ്ഥലത്ത് കൊത്തി നടന്നിട്ടല്ലേ. അപ്പോൾ പിന്നെ മൗഗ്ലിക്കുട്ടൻ തിന്നട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിക്കു അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മൗഗ്ലിക്കുട്ടൻ അവിടെ നിന്ന് വിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കകൾ ദേ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ചക്കക്കാർ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ഉപ്പേരി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ മടിയൊക്കെ തോന്നുന്നുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പേരി കറി വെക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ അല്ലിയും കുങ്കിയും തീറ്റയൊന്നും അങ്ങനെ ഞാനെടുക്കുന്നില്ല കേട്ടോ. മുൻപ് എല്ലാവരും ഉള്ളപ്പോൾ വാദിച്ച് മത്സരിച്ചാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അംഗങ്ങൾ കുറവായപ്പോൾ ഇവർക്ക് ആ മത്സര ബുദ്ധിയൊക്കെ അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. ഇതാ സൺബാത്ത് കൊള്ളാനായിട്ട് നമ്മുടെ വിക്കി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൗഗ്ലി ആണെങ്കിലും മരച്ചോട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ.
നമ്മുടെ വീഡിയോ കണ്ട് കമൻ്റ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.